നൈജീരിയയിൽ 7 മാസത്തിനിടെ കൊല്ലപ്പെട്ടത് 7000-ലേറെ ക്രൈസ്തവർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ അഥവാ ഇന്റർ സൊസൈറ്റി എന്ന സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് നടുക്കുന്ന കണക്കുകൾ ഉള്ളത്. 2025 ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള 220 ദിവസങ്ങൾക്കിടെ 7087 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ. ഇതിനും പുറമെ വിശ്വാസത്തിന്റെ പേരിൽ 7800 ക്രൈസ്തവരെ അക്രമാസക്തമായ രീതികളിലൂടെ തട്ടിക്കൊണ്ടുപോയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നൈജീരിയയിൽ ഓരോ ദിവസവും ശരാശരി 30 ക്രിസ്ത്യാനികളും 1 മണിക്കൂറിൽ 1-ലധികം ക്രിസ്ത്യാനികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ് മരണസംഖ്യയുടെ വെളിച്ചത്തിൽ ഇന്റർ സൊസൈറ്റി കണക്കാക്കുന്നത്. 2017 മുതൽ നൈജീരിയയിൽ അനിയന്ത്രിതമായ കടന്നുകയറ്റം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതാണ് നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ ക്രൂരവും അനിയന്ത്രിതവുമായ കൂട്ടക്കൊലയിലെ വർധനവിന് കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു. ക്രിസ്തുമതത്തെയും തദ്ദേശീയ സാംസ്കാരിക പൈതൃകത്തെയും ഇല്ലാതാക്കാനും 2075ഓടെ നൈജീരിയയിൽ സുൽത്താനേറ്റ് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന 22 ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സുരക്ഷിത കേന്ദ്രമാണ് നൈജീരിയ എന്ന പ്രത്യേക പരാമർശവും റിപ്പോർട്ടിലുണ്ട്. 2025 ആദ്യ 220 ദിവസങ്ങളിൽ ബെന്യൂ സംസ്ഥാനത്ത് മാത്രം 1100 ക്രൈസ്തവ കൊലകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.